എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്നതും നൂതനവുമായ രാജ്യങ്ങൾ, അതായത് നമ്മുടെ എമേർജിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് കൺട്രീസ്, ആ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയിൽ വിദേശ നിക്ഷേപത്തിനും അന്താരാഷ്ട്ര വ്യാപാരത്തിനുമുള്ള സ്വാധീനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് നമുക്ക് ഈ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കറിയാം ഏത് രാജ്യത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചായിരിക്കും. അപ്പം മുൻകാല പഠനങ്ങൾ കൂടുതലും കാണിക്കുന്നത് ട്രേഡും ഇൻവെസ്റ്റ്മെന്റുമാണ് അതിന്റെ ആ ഒരു എക്കണോമിക് ഗ്രോത്തിനെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ എന്നാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ട്രേഡ് ആണോ അഥവാ FDI ആണോ കൂടുതൽ ഈ ഗ്രോത്തിനെ നയിക്കുന്ന ഘടകം എന്നതിൽ ഒരു ഡിബേറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി തന്നെ നമുക്ക് ഈ എക്കണോമിക് ഗ്രോത്തിന് കൂടുതൽ ഒരു മാറ്റം വന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് അത് കൂടുതലായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു റീസണായി മാറി. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഔട്ട്വേർഡ് FDI, അതുപോലെ FDIയിൽ നമുക്ക് തന്നെ ഔട്ട്വേർഡ് FDIയും ഉണ്ട്, ഇൻവേർഡ് FDIയും ഉണ്ട്. ഇൻവേർഡ് FDI എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രാജ്യത്തേക്ക് അകത്തേക്ക് വരുന്ന FDIയും, ഔട്ട്വേർഡ് FDI എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു. അപ്പം ഒരു രാജ്യത്തിന് തന്നെ ഇൻവേർഡ് FDIയും ഔട്ട്വേർഡ് FDIയും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ മുൻകാല പഠനങ്ങൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഔട്ട്വേർഡ് FDI, ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ഔട്ട്വേർഡ് FDIയും അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിലേക്ക് വരുന്ന ഇൻവേർഡ് FDIയും ആയിരുന്നു. കാരണം കൂടുതൽ ഔട്ട്വേർഡ് FDI വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഡെവലപ്ഡ് രാജ്യങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ FDI റിസീവ് ചെയ്തിരുന്നത് നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങളായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ കൂടുതലും ഈ ഔട്ട്വേർഡ് FDIയും ഇൻവേർഡ് FDIയും നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ കൂടുതലായിട്ട് അത് വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ആ ഒരു റീസെന്റ് പീരീഡിൽ കൂടുതൽ ഈ ഇൻവേർഡ് FDIക്കും ഔട്ട്വേർഡ് FDIക്കും നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൈവരിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ ആ ഒരു ഇൻക്രീസിങ് ആയതിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളെയും G7 രാജ്യങ്ങളെയും നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. കാരണം ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെയും ഡെവലപ്ഡ് രാജ്യങ്ങളുടെയും ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഈ ബ്രിക്സിനെയും G7നെയും കാണാം. കാരണം ഈ ബ്രിക്സ് എന്ന് പറയുന്നത് അതുപോലെ G7 എന്ന് പറയുന്നതും ഈ രണ്ട് ഗ്രൂപ്പുകളിലും, അതായത് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലും ഡെവലപ്ഡ് രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ നമ്മുടെ GDP ഷെയർ ഉള്ള രണ്ട് ബ്ലോക്കുകളാണ്. അപ്പൊ നമ്മൾ ഈ ബ്രിക്സ് രാജ്യങ്ങളെ നമ്മൾ എമേർജിംഗ് കൺട്രീസ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ G7 കൺട്രീസിനെ നമ്മൾ അഡ്വാൻസ്ഡ് കൺട്രീസ് എന്നും പറയാറുണ്ട്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് നമ്മുടെ സാമ്പിളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഠനത്തിന് എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻസ് ആവുന്നത്? നമുക്കറിയാം മുൻകാല പഠനങ്ങൾ അധികവും ഒരു ട്രേഡ് FDI ഇന്ററാക്ഷൻ അല്ലെങ്കിൽ FDI ഗ്രോത്ത് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ട്രേഡ് ഗ്രോത്ത് റിലേഷൻഷിപ്പ്, അതായത് ഏതെങ്കിലും ഒരു രണ്ട് ഘടകങ്ങൾ ആയിട്ട് മാത്രമായിരുന്നു അതിന്റെ ആ ഒരു ഇമ്പാക്ട് നോക്കുന്നത്. FDIയുടെ ഇമ്പാക്ട് ഗ്രോത്തിൽ എത്രയാണ്, അല്ലെങ്കിൽ FDI എങ്ങനെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ട്രേഡും ഗ്രോത്തും തമ്മിലുള്ള. അപ്പൊ നമുക്ക് ഒരു FDI ട്രേഡ് ഗ്രോത്ത് എല്ലാം കൂടെ കൂടുന്ന ആ ഒരു പഠനങ്ങൾ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ പഠനങ്ങളും ഏതെങ്കിലും ഇൻഡിവിജ്വൽ രാജ്യങ്ങളെ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ്, രണ്ട് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെ എടുത്തിട്ടുള്ള പഠനങ്ങളും വളരെ കുറവായിരുന്നു. അതുപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന എമേർജിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് കൺട്രീസ്, ആ ഒരു ഏരിയയിലും ആ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിലും നമുക്ക് ഈ പഠനങ്ങൾ, ഈ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വളരെ കുറവായി കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ മറ്റ് പഠനങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക FDI, ഇൻവേർഡ് FDI അല്ലെങ്കിൽ നെറ്റ് FDI, അതായത് ഔട്ട്വേർഡ് FDI, ഇൻവേർഡ് FDI മൈനസ് ഔട്ട്വേർഡ് FDI. അപ്പൊ ഈ ഒരു തരത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഔട്ട്വേർഡ് FDI പഠനങ്ങൾ വളരെ കുറവാണ്. ഈ ഒരു പഠനത്തിൽ നമ്മൾ ഔട്ട്വേർഡ് FDI ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പഠനത്തിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ പഠനത്തിൽ നമുക്ക് 4 ഒബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഈ ഒരു FDI ട്രേഡ് എക്കണോമിക് ഗ്രോത്ത്, ഇതിന്റെ ഒരു റീസെന്റ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് എന്താണ്, നമ്മുടെ ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് കൺട്രീസിലുള്ള റീസെന്റ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ എന്താണ്, അതൊന്ന് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ FDI, ഔട്ട്വേർഡ് FDI, ട്രേഡ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് തമ്മിൽ ഉള്ളത്. മൂന്നാമത് ഉള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്
ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ഇൻവേർഡ് എഫ് ഡി യെയും ഔട്ട്വേർഡ് എഫ് ഡി യെയും ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നാലാമതായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്ത് സ്വാധീനമാണ് നമ്മുടെ എഫ് ഡി ഐ ഇൻവേർഡ് എഫ് ഡിയും ഔട്ട്വേർഡ് എഫ് ഡിയും ട്രേഡിനും എന്ത് സ്വാധീനമാണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയിലുള്ളത്. ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിലും ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ഉള്ളത് എന്നാണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് നമ്മൾ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് അനലൈസ് ചെയ്യുന്നു. നമുക്കറിയാം എഫ് ഡി ഐ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിലേക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഫിനാൻസിങ് സോഴ്സ് തന്നെയാണ് എഫ് ഡി ഐ. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് മുൻപ് ഒക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എഫ് ഡി ഐ വന്നുകൊണ്ടിരുന്നത് ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു റീസെന്റ് പീരീഡിൽ നമുക്ക് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലാണ് ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ എഫ് ഡി ഐ വരുന്നത് ചൈന, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്കാണ്. അപ്പം കൂടുതൽ എഫ് ഡി ഐ വരുന്ന ആ രാജ്യങ്ങൾ ഡെവലപ്പിംഗ് രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റീസെന്റ് ട്രെൻഡ് എന്താണ്, നമുക്ക് ആ ഒരു റീസെന്റ് ആയിട്ടുള്ള പീരീഡിലുള്ള ട്രെൻഡ് എന്താണ്, ആ ഒരു വളർച്ചയുടെ ട്രെൻഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് നോക്കുന്നത്. അപ്പം നമ്മൾ ആ പറഞ്ഞ പോലെ ബ്രിക്സ് ആൻഡ് G7 ആ രണ്ട് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് നമ്മുടെ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതിന്റെ ഡേറ്റ നമ്മൾ എടുത്തിരിക്കുന്നത് 1992 മുതൽ 2017 വരെയാണ്. മെയിൻ ആയിട്ടുള്ള ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ വേൾഡ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സുമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും ഗ്രാഫിക്കലായിട്ടുമാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ G7 കൺട്രീസ് എന്ന് പറയുന്നത് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK ആൻഡ് US. ഈ രാജ്യങ്ങളാണ്. അതായത് നമുക്കറിയാം ഈ രാജ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമുക്ക് അതിന്റെ ആ ഒരു ആഗോള തലത്തിലുള്ള GDP ഷെയർ നോക്കിക്കഴിഞ്ഞാൽ 1990 59% GDP ഷെയർ ഉണ്ടായിരുന്ന ആ G7 കൺട്രീസിന് 2015 ആയപ്പോഴത്തേക്കും 46% അത് കുറയുകയാണ് ഉണ്ടായത്. ഇനി 2040 ആകുമ്പോഴത്തേക്കും അത് 28% വീണ്ടും കുറയും എന്നുകൂടിയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ബ്രിക്സ് രാജ്യത്തിന്റെ കേസിലാണെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ ഗ്ലോബൽ ഷെയർ നോക്കുകയാണെങ്കിൽ, GDPയുടെ ഗ്ലോബൽ ഷെയർ നോക്കുകയാണെങ്കിൽ 1990 11% ഉണ്ടായിരുന്ന ആ GDP ഷെയർ 2015 ആയപ്പോഴത്തേക്കും 22% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 2040 ആകുമ്പോഴത്തേക്കും അത് നമുക്ക് 39% വർദ്ധിക്കും എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ G7 ബ്രിക്സ് കമ്പയർ ചെയ്യുമ്പോൾ G7 രാജ്യങ്ങളിൽ നിന്നും ആ ഒരു ഗ്ലോബൽ ഷെയർ GDP ഗ്ലോബൽ ഷെയർ കുറഞ്ഞു വരികയും എന്നാൽ ഈ ബ്രിക്സ് രാജ്യങ്ങൾ അത് വർദ്ധിച്ചു വരികയായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷി ഉള്ള രാജ്യങ്ങൾ തന്നെയാണ് G7 രാജ്യങ്ങൾ. എങ്കിൽ പോലും ഈ വളർന്നു വരുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ആ ഒരു GDP ഷെയർ നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയും ആ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് നമുക്ക് ബ്രിക്സ് രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ആ ഒരു ഓവർ ദ പീരീഡ് 1992 മുതൽ 2017 വരെയുള്ള പീരീഡിലുള്ള ആ ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ബ്ലൂ ലൈൻ നമുക്ക് ബ്രിക്സ് രാജ്യങ്ങളുടെ ഗ്രോത്തിനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റെഡ് ലൈൻ നമുക്ക് G7 രാജ്യങ്ങളുടെ ഗ്രോത്തിനെയും. അപ്പൊ ആ ഒരു ട്രെൻഡ് ലൈൻ കാണിക്കുന്നത് നമുക്ക് ഒരു ഇൻക്രീസിങ് ട്രെൻഡാണ് നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങൾ കാണിക്കുന്നത്. പക്ഷെ ആ G7 രാജ്യങ്ങളിൽ നമ്മുടെ ആ ട്രെൻഡ് ലൈൻ കാണിക്കുന്നത് ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രോത്ത് എപ്പോഴും ബ്രിക്സ് രാജ്യങ്ങളുടെ ഗ്രോത്ത് G7 രാജ്യങ്ങളെക്കാൾ മുകളിൽ തന്നെ നിൽക്കുന്നുമുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷെയർ ഇൻവേർഡ് എഫ് ഡി ഐ ഷെയറിലായി കഴിഞ്ഞാലും ഔട്ട്വേർഡ് എഫ് ഡി ഐ ഷെയറിലായി കഴിഞ്ഞാലും നമുക്ക് ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ നമുക്ക് 1992 നിന്നും 2017 ഒരു ഇൻക്രീസിങ് കാണിക്കും. പക്ഷെ അതേസമയം ആ G7 രാജ്യങ്ങൾ ആ ഇൻവേർഡ് എഫ് ഡിയും ഔട്ട്വേർഡ് എഫ് ഡിയും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ വോളിയം ലെവൽ നോക്കി കഴിഞ്ഞാൽ G7 കൺട്രീസിന് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ആ ഗ്രോത്ത് ട്രെൻഡിൽ നമുക്ക് കാണിക്കുന്നത് കൂടുതലായിട്ടും ബ്രിക്സ് രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എമർജിംഗ് കൺട്രീസിന് കൂടുതലായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ആ എഫ് ഡി ഇൻഫ്ലോസിന്റെ ആ ട്രെൻഡ് നമുക്ക് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. രണ്ടും ഒരു കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമുക്ക് ആ എഫ് ഡി ഇൻഫ്ലോസിന്റെ ട്രെൻഡ് കാണിക്കുന്നത് അല്ലെ. ആ ഒരു ബ്ലൂ ലൈനും റെഡ് ലൈനും നമുക്ക് ഒരേ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ കാണിക്കുന്നത് കുറഞ്ഞു വരുന്ന രീതിയിലാണ്. ആ ഒരു മിക്സഡ് പാറ്റേൺ ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ എഫ് ഡി ഔട്ട്ഫ്ലോ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നത് ആ ഒരു ബ്ലൂ ലൈൻ
നമുക്കൊരു 2000 ആകുമ്പോഴേക്കും നമ്മുടെ റെഡ് ലൈനിനെ ഓവർകം ചെയ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു റീസെന്റ് പീരീഡിൽ കൂടുതൽ ഔട്ട്വേർഡ് FDI നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നും കൂടുതലായിട്ട് പുറത്തേക്ക് പോകുന്നത്, അതായത് നമ്മുടെ എമർജിംഗ് രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഔട്ട്വേർഡ് FDI വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്ത് ഓഫ് ട്രേഡ്, ഈ ട്രേഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളും ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ബ്രിക്സ് രാജ്യങ്ങളുടെ ആ ഒരു ഗ്രോത്ത് നമ്മുടെ G7 രാജ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ GDP, FDI, ട്രേഡ്, ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മുടെ ഈ എമർജിംഗ് കൺട്രീസിൽ ഹയർ ഗ്രോത്ത് ട്രെൻഡ്സ് ആണുള്ളത്. നമ്മുടെ G7 കൺട്രീസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് തന്നെയാണ് നമുക്ക് നമ്മുടെ G7 കമ്പയർ ചെയ്യുമ്പോൾ എമർജിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ബ്രിക്സ് കൺട്രീസിന് കാണുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് ആ ഒരു സിഗ്നിഫിക്കൻസ്, നമുക്ക് ആ ഒരു G7ന്റെയും ബ്രിക്സ് കൺട്രീസിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് ലഭ്യമായി. ഇനി നമുക്ക് ആ FDI, ഇൻവേർഡ് FDIയും ഔട്ട്വേർഡ് FDIയും ട്രേഡും ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, നമുക്ക് ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ നിയോ ക്ലാസിക്കൽ മോഡൽ തിയറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. എങ്ങനെ FDI ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ ക്യാപിറ്റൽ സ്റ്റോക്ക് ഗ്രോത്തിനനുസരിച്ചിട്ട് FDI ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ നോക്കുന്നത്. അപ്പം ഇത് നമ്മുടെ മുൻകാല പഠനങ്ങൾ അധികവും നമുക്ക് ഒരു കോൺട്രഡിക്ടറി വ്യൂസ് ആണ്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാം FDIയും ഗ്രോത്തും തമ്മിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു കൃത്യമായ റിസൾട്ട് ഏതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മുൻകാല പഠനങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഡെവലപ്പിംഗ് രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഡെവലപ്ഡ് രാജ്യങ്ങൾ കമ്പയർ ചെയ്യാനായിട്ട് മാത്രമോ അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ ഡെവലപ്ഡ് രാജ്യങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊരു കമ്പാരിസൺ, ഡെവലപ്പിംഗ് രാജ്യങ്ങളെയും ഡെവലപ്ഡ് രാജ്യങ്ങളെയും കമ്പാരിസൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പഠനം ഉപയോഗിക്കാനും പറ്റും. അപ്പൊ അതിന്റെ എങ്ങനെയാണ് നമ്മൾ ആ പ്രൊസീജിയർ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. നമ്മൾ ആ ഡേറ്റയെ നമ്മൾ ആദ്യം യൂണിറ്റ് റൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനാരിറ്റി ഫ്ലക്ച്വേഷൻസ്, ഡേറ്റയുടെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇന്റഗ്രേഷൻ ഓർഡർ ഏതാന്ന് നോക്കുന്നു. നമുക്ക് ഫസ്റ്റ് ഓർഡറിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റേഷനാരിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, ഫസ്റ്റ് ഓർഡറിൽ തന്നെ എല്ലാ ഡേറ്റയും റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കോഇന്റഗ്രേഷൻ, നമ്മൾ ആ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ്, നമ്മൾ ആ വേരിയബിൾസ് തമ്മിലുള്ള ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ജോഹാൻസൺ കോഇന്റഗ്രേഷൻ ടെസ്റ്റ് നമ്മൾ നോക്കുന്നു. ആ റിലേഷൻഷിപ്പ് കോഇന്റഗ്രേഷൻ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ വെക്ടർ എറർ കറക്ഷൻ മോഡൽ നോക്കുകയും, അതായത് നമുക്ക് ഒരു ലോങ് റണ്ണിൽ കോസൽ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് നമ്മൾ VECM വെക്ടർ എറർ കറക്ഷൻ മോഡൽ നമ്മൾ നോക്കും. ഇനി അവിടെ കോഇന്റഗ്രേഷൻ ഇല്ല, അവ തമ്മിൽ ലോങ് ടൈം റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാർ മോഡൽ നോക്കും. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി. അപ്പൊ ഇവിടെ നമുക്ക് ഇതാണ് അതിന്റെ എസ്റ്റിമേഷൻ പ്രൊസീജിയർ ആയിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഇന്റഗ്രേഷൻ റിസൾട്ട് ആണ്. നമ്മൾ പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് രാജ്യങ്ങളാണ്, ബ്രിക്സ് രാജ്യങ്ങളും അതുപോലെ G7 രാജ്യങ്ങളും. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ്, ഓരോ രാജ്യങ്ങളെയും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഓരോ രാജ്യങ്ങളുടെയും കോഇന്റഗ്രേഷൻ, നമ്മൾ FDI, ട്രേഡ്, ഗ്രോത്ത്, അപ്പൊ ഈ മൂന്ന് വേരിയബിൾസ് നമ്മൾ FDI തന്നെ ഇൻവേർഡ് FDIയും ഔട്ട്വേർഡ് FDIയും നമുക്ക് വേറെ എടുക്കുന്നുണ്ട്. അപ്പം ഈ 4 വേരിയബിൾസ് മൊത്തത്തിൽ നമുക്ക് കോഇന്റഗ്രേഷൻ എങ്ങനെയാണ്, ഒരു ലോങ് ടൈമിൽ ഈ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമ്മൾ നോക്കാനായിട്ട് ട്രേസ് സ്റ്റാറ്റിസ്റ്റിക്സും മാക്സ് ഈജൻ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ നോക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർ മാർക്കിൽ നമുക്ക് ആ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും അറ്റ്ലീസ്റ്റ് ഒരു ഇക്വേഷൻ എങ്കിലും അല്ലെങ്കിൽ ഒരു കോഇന്റഗ്രേറ്റിംഗ് റിലേഷൻഷിപ്പ് എങ്കിലും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ രാജ്യങ്ങളിലും, ഈ ബ്രിക്സിന്റെ എല്ലാ രാജ്യങ്ങളിലും തന്നെ നമുക്ക് ഈ പറയുന്ന 4 വേരിയബിൾസിനും ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ G7 രാജ്യത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും നമുക്ക് ആ ട്രേസ് സ്റ്റാറ്റിസ്റ്റിക്സും മാക്സ് ഈജൻ സ്റ്റാറ്റിസ്റ്റിക്സും കാണിക്കുന്നത് ആ ഓരോ രാജ്യത്തിനും
ആ 4 വേരിയബിൾസും തമ്മിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ നമുക്ക് 2 ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിലും ഈ വേരിയബിൾസ് തമ്മിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ട്. അവ തമ്മിൽ ഒരു കൺവെർജൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആ എറർ കറക്ഷൻ മോഡലിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം ഈ 4 വേരിയബിൾസ്, അപ്പൊ 4 വേരിയബിൾസ് നമ്മൾ 4 ഇക്വേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ രാജ്യത്തിനും ഓരോ ഇക്വേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ആ എറർ കറക്ഷൻ മോഡൽ, അതിന്റെ ആ എറർ ടൈം ആണ് നമുക്ക് ആ നമ്മുടെ ഒരു ലോങ് ടൈം കോറിലേഷൻ അല്ലെങ്കിൽ ലോങ് ടൈം അസോസിയേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു ലോങ് ടൈം കോസൽ റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ആ സിഗ്നിഫിക്കൻസ് ലെവലിൽ നമുക്ക് മനസ്സിലാവും ഓരോ രാജ്യങ്ങളുടെയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഡിഫറെന്റ് ആണ് അല്ലെ. ബ്രസീലിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് കാണിക്കുന്നത് ഔട്ട്വേർഡ് എഫ് ഡിയും ട്രേഡുമാണ്. അപ്പം മറ്റ് ഈ GDP, ഇൻവേർഡ് FDI ഒക്കെ നമ്മുടെ ഔട്ട്വേർഡ് FDIയും ട്രേഡും തമ്മിൽ ഉള്ള ഒരു ലോങ് ടൈം കോസൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ നമുക്ക് നോക്കിയാൽ GDP, ഇൻവേർഡ് FDI, ഔട്ട്വേർഡ് FDI ഇവ എല്ലാം ഒരു ട്രേഡിനെയാണ് കൂടുതൽ കാലത്തേക്കുള്ള ഒരു ലോങ് ടൈം കോസൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിനും ആ ഡിഫറെന്റ് ആയിട്ടുള്ള തരത്തിലാണ് ആ ഒരു കോസൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു G7 രാജ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള കോസൽ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. പക്ഷെ എങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഏതെങ്കിലും 1 or 2 വേരിയബിൾസ് എങ്കിലും അവ തമ്മിൽ നമുക്ക് ആ മറ്റ് വേരിയബിൾസ് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നതായിട്ട് കാണിക്കാം. ഇവിടെ നമുക്ക് USA കാര്യം നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാ വേരിയബിൾസും സിഗ്നിഫിക്കന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോങ് ടൈം പീരീഡിലേക്ക് നമുക്ക് ആ എല്ലാ വേരിയബിൾസും തമ്മിൽ നമുക്കൊരു ലോങ് ടൈം റിലേഷൻഷിപ്പ്, കോസൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയുമാണ് നമ്മുടെ ആ കോഇന്റിഗ്രേഷൻ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണിക്കുന്നത്. അപ്പൊ ഏതാണ് കൂടുതലായിട്ടും നമുക്ക് നമ്മൾ ആ ഒരു കോഇന്റിഗ്രേറ്റിംഗ് ഇക്വേഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു ലോങ് ടൈം പീരീഡിൽ നമുക്കൊരു ഇക്ലിബറിയം, ഈ വേരിയബിൾസ് തമ്മിലൊരു ഇക്ലിബറിയം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അതുപോലെ നമ്മൾ അതിനുശേഷം നമ്മൾ ആ VECM അല്ലെങ്കിൽ വെക്ടർ എറർ കറക്ഷൻ മോഡലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലോങ് ടൈം കോസൽ റിലേഷൻഷിപ്പ് ഈ വേരിയബിൾസ് തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നും രണ്ട് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിൽ നമുക്ക് ഈ ഒരു കോസൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ചില വേരിയബിൾസ് നമ്മൾ കണ്ടു, ചിലതെല്ലാം യൂണി ഡയറക്ഷണൽ റിലേഷൻഷിപ്പും ചില വേരിയബിൾസ് അതായത് നമ്മുടെ ബൈ ഡയറക്ഷൻ 2 ഡയറക്ഷനിലേക്കും ആ കോസൽ റിലേഷൻഷിപ്പ് ഉണ്ട്. കൂടുതലായിട്ടും എക്കണോമിക് ഗ്രോത്ത് ഇൻവേർഡ് FDI ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഔട്ട്വേർഡ് FDI, ട്രേഡ് ആൻഡ് ഇൻവേർഡ് FDI ഇവ തമ്മിലുള്ള ഒരു ബൈ ഡയറക്ഷണൽ റിലേഷൻഷിപ്പും അവിടെ നിലനിൽക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പം ഇനി ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഏതൊക്കെയാണ് ആ വേരിയബിൾസ്, എങ്ങനെ നമുക്കൊരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി ഇതിൽ നമ്മൾ ഇൻവേർഡ് FDI, ഔട്ട്വേർഡ് FDI ഈ 2 ഘടകങ്ങളെ, ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ഇൻവേർഡ് FDIയും ഔട്ട്വേർഡ് FDIയും കൂടുതലായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് നോക്കുന്നത്. അത് നമ്മൾ കൂടുതലായിട്ടും എക്ലക്റ്റീവ് പാരഡൈം അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് പാത്ത് ഈ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് പറയുന്നത് FDI ഈ IDP തിയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് തിയറി പറയുന്നത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മൾ ആ വികസനത്തിന്റെ ആ ഒരു നില എത്രയുണ്ട് അതാണ് നമ്മുടെ FDIനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകം എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കറിയാം FDI ഇൻഫ്ലോസും ഉണ്ട്, FDI ഔട്ട്ഫ്ലോസും ഉണ്ട്. പക്ഷെ ഈ ബോത്ത് FDI ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന FDIയും അതുപോലെ തന്നെ അകത്തേക്ക് വരുന്ന FDIയും കൃത്യമായി നമുക്ക് ആ രാജ്യത്തിന് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി തരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ആ ഇൻവേർഡ് FDIയുടെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് വേരിയബിൾസ് നോക്കിയിട്ടുണ്ട്. നമ്മൾ പഴയ പഠനങ്ങളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരുപാട് വേരിയബിൾസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് വേരിയബിൾസ് ആണ് നമ്മൾ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ഒരു കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ മാർക്കറ്റ് സൈസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ട്രേഡ് ഓപ്പൺനെസ്, ആ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ഹ്യൂമൻ ക്യാപിറ്റൽ, ഇൻഫ്ലേഷൻ,
ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാളിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ നമ്മുടെ ഈ ഇൻവേർഡ് FDIയെ ബാധിക്കുന്നുണ്ടോ, നമ്മുടെ രണ്ട് ഗ്രൂപ്പ് കൺട്രികളെയും ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഔട്ട്വേർഡ് FDIയും നമ്മൾ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ തന്നെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻസ് ആണോ, ഇതിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആ പഴയ പഠനങ്ങളുടെയും മറ്റ് കാര്യങ്ങളുടെയും ബേസിൽ നമുക്ക് ഈ ഇൻവേർഡ് FDIയുടെയും ഔട്ട്വേർഡ് FDIയുടെയും ഘടകങ്ങൾ ഏത് തരത്തിലായിട്ടാണ് ബാധിക്കുന്നത്, പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് ഇൻവേർഡ് FDI ഇക്വേഷൻ നമുക്ക് കാണാം, എല്ലാ വേരിയബിൾസും പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാളിറ്റി നെഗറ്റീവ് ആയിട്ട് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇൻഫ്ലേഷന്റെ കാര്യത്തിലാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ വരാം. ഔട്ട്വേർഡ് FDIയുടെ കാര്യത്തിൽ നമുക്ക് ഇവിടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും നമുക്ക് നെഗറ്റീവ് ആയിട്ട് ആണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ എസ്റ്റിമേഷന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ആ തരത്തിൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി അതിനുശേഷം നമ്മൾ എസ്റ്റിമേഷൻ ചെയ്തു. നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒന്ന് ബ്രിക്സ്, ഒന്ന് G7. അപ്പൊ ആ രണ്ട് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് രണ്ട് ഗ്രൂപ്പിനെ വ്യത്യസ്തമായിട്ടും എന്നാൽ ആ ഒരു ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളെ ഒരുമിച്ചായിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ, ബ്രിക്സ് ആൻഡ് G7. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 4 മോഡൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ മോഡലിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക് വേരിയബിൾസ് മാത്രമാണ് അവിടെ നമുക്ക് കാണുന്നത്. രണ്ടാമത്തെ മോഡലിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് പോളിസി വേരിയബിൾസ് മാത്രമാണ്. 3ഉം 4ഉം മോഡൽസിൽ എല്ലാ വേരിയബിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ മോഡലിൽ നമ്മൾ ഓപ്പൺനെസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4ാമത്തെ മോഡലിൽ നമ്മൾ ട്രേഡ് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ട്രേഡും ഓപ്പൺനെസ്സും തമ്മിലുള്ള ഒരു ബന്ധം, അവ തമ്മിലുള്ള ഒരു കോറിലേഷൻ നമ്മുടെ എസ്റ്റിമേഷൻ റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അവയെ വേറെ ആക്കിയിട്ട് നമ്മൾ റിസൾട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ഒരു രാജ്യത്തിന്റെ ആ സാമ്പത്തിക വളർച്ച, അത് തന്നെയാണ് നമ്മുടെ ഒരു ഇൻവേർഡ് FDIനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 2.39 ആണ് ആ കോഎഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് മോഡലിൽ തന്നെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് സൈസ്, ആ മാർക്കറ്റ് സൈസും നമ്മുടെ ഇൻവേർഡ് FDIയെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എക്സ്പോർട്ടിന് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷെ ഇമ്പോർട്ടിന് നമുക്ക് ഒരു സിഗ്നിഫിക്കന്റ് ഘടകമായിട്ട് തന്നെ കാണാം. അപ്പോൾ ട്രേഡിൽ ആണെങ്കിൽ പോലും എക്സ്പോർട്ട് ഒരു ഇമ്പോർട്ടന്റ് ഘടകമല്ല, പക്ഷെ ഇമ്പോർട്ട് നമ്മുടെ ഇൻവേർഡ് FDIയെ പ്രധാനമായി ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ നമുക്ക് നോക്കിയാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ കാണാം സിഗ്നിഫിക്കന്റ് ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻവേർഡ് FDI വരുന്നതിനെ അത്രത്തോളം വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമല്ല ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്. അവ തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് കൂടിയാൽ ഒരുപക്ഷെ നമ്മുടെ ഇൻവേർഡ് FDI കുറയാനുള്ള ഒരു കാരണമായി മാറാം എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റിയുടെ കാര്യം, അതായത് R&D, നമുക്ക് എത്രത്തോളം R&D എക്സ്പെൻഡിച്ചർ നടത്തുന്നു, ആ R&D എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് നമ്മുടെ ഇൻവേർഡ് FDIയെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, അത് സിഗ്നിഫിക്കന്റ് അല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവേർഡ് FDIയെ കൂടുതലായിട്ട് ഈ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രധാന ഘടകമായിട്ട് അത് നമുക്ക് കാണുന്നില്ല. ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഘടകമായിട്ടാണ് കാണിക്കുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലേബറിനാണ്. അപ്പൊ ആ ഒരു ലേബറിന്റെ ക്വാളിറ്റി, സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആ ലേബറിന്റെ അഭാവം മൂലമാകാം ഒരുപക്ഷെ നമുക്ക് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഒരു നെഗറ്റീവായിട്ട് നമ്മുടെ ഇൻവേർഡ് FDIയെ ബാധിച്ചിരിക്കുന്നത്. ഓപ്പൺനെസ്, നമുക്ക് ഒരു രാജ്യത്തിന്റെ
വളർച്ച അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ വളർച്ചയും അതിന്റെ ട്രേഡും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഓപ്പൺനെസ്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നമുക്ക് ട്രേഡ് റിലേഷൻഷിപ്പ് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഓപ്പൺനെസ്. അപ്പൊ ആ ഓപ്പൺനെസ് നമുക്ക് ഇത് നമ്മുടെ ഇൻവേർഡ് FDI വരാനുള്ള ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇൻഫ്ലേഷൻ നമ്മളെ ഇവിടെ ഈ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് ഇൻവേർഡ് FDI വരുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നമുക്ക് നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നമുക്ക് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് നമുക്ക് ഇൻവേർഡ് FDI അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഘടകമായിട്ടാണ് നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നത്. ആ ഓരോ രാജ്യത്തിന്റെ നമുക്ക് ആ രാജ്യത്ത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ FDI വരാനുള്ള ഒരു കാരണമായിട്ട് അത് മാറുന്നുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇൻവേർഡ് FDI G7 രാജ്യങ്ങളിൽ ഈ ഇൻവേർഡ് FDI അട്രാക്ട് ചെയ്യാനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളിൽ നമുക്ക് ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2.39 ആണ്. പക്ഷെ നമുക്ക് G7 രാജ്യങ്ങളിൽ അത് നമുക്ക് ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 7.69 ആണ്. അപ്പം G7 രാജ്യങ്ങളുടെ ആ ഒരു സാമ്പത്തിക വളർച്ച കൂടുതലായിട്ട് നമുക്ക് ഇൻവേർഡ് FDI അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് കാണാം. ഇവിടെ മാർക്കറ്റ് സൈസ് നമുക്ക് ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷെ എക്സ്പോർട്ട് നമ്മുടെ G7 രാജ്യങ്ങളുടെ ഇൻവേർഡ് FDIയുടെ ഒരു ഘടകം നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ബ്രിക്സ് കൺട്രിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഹൈലി നെഗറ്റീവ് ആണ്, സിഗ്നിഫിക്കന്റുമാണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളിൽ അവിടെ നെഗറ്റീവ് ആണെങ്കിൽ പോലും ആ ബ്രിക്സ് രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് G7 കൺട്രീസ് ആണ്. അപ്പൊ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻവേർഡ് FDI കൂടുതലായിട്ടും നമുക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റിക്ക് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്വാധീനം നമ്മുടെ ഇൻവേർഡ് FDI അട്രാക്ട് ചെയ്യാനുള്ള സ്വാധീനമുള്ളതായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനും. പക്ഷെ ഹ്യൂമൻ ക്യാപിറ്റലിന് കൃത്യമായ ഒരു പോസിറ്റീവ് സ്വാധീനം നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് G7 രാജ്യങ്ങളിൽ. ഓപ്പൺനെസ്സും ഇവിടെ പക്ഷെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമായിട്ട് കാണുന്നില്ല. പക്ഷെ എക്സ്ചേഞ്ച് റേറ്റ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ G7 രാജ്യങ്ങളിലെ ഇൻഫ്ലേഷൻ നമ്മുടെ G7 രാജ്യങ്ങളിൽ അട്രാക്ട് ചെയ്യാനുള്ള ഇൻവേർഡ് FDI അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഘടകം നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാളിറ്റിയും അവിടെ നമ്മളെ ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് കാണുന്നില്ല. അപ്പൊ ഈ തരത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളിൽ നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണെങ്കിൽ ഈ G7 രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അവിടെ സിഗ്നിഫിക്കന്റ് ആയ ഒരു ഘടകമേ അല്ല. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ നമുക്ക് ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ അവിടെ സിഗ്നിഫിക്കന്റ് ആയി കാണിക്കുന്നതേ ഇല്ല. പക്ഷെ ഈ G7 രാജ്യങ്ങളിൽ അത് നെഗറ്റീവായിട്ട് തന്നെ സിഗ്നിഫിക്കന്റ് ആണ്, അട്രാക്ട് ചെയ്യാതിരിക്കാൻ ഒരു കാരണമായി മാറുന്നുണ്ട്. പക്ഷെ ഓപ്പൺനെസ് വളരെ പോസിറ്റീവായിട്ട് ബ്രിക്സ് രാജ്യങ്ങളിൽ അട്രാക്ട് ചെയ്യാൻ ഇൻവേർഡ് FDI അട്രാക്ട് ചെയ്യാനുള്ള ഘടകമാകുമ്പോൾ G7 രാജ്യങ്ങളിൽ ആ ഓപ്പൺനെസ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻവേർഡ് FDIയുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഡിറ്റർമിനൻസ് കൂടുതലായിട്ടും നമുക്ക് ആ ഒരു കോഎഫിഷ്യന്റ് കൂടുതലും കാണിക്കുന്നത് G7 രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ചും ആ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. കാരണം നമുക്കറിയാം ആ G7 രാജ്യങ്ങൾ ഓൾറെഡി ഒരു അക്വേർഡ് ലെവൽ എക്കണോമിക് ഗ്രോത്ത് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാകാം ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ മേജർ ഏതൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ളത് ഘടകങ്ങൾ എന്നും നെഗറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ എന്നും നമ്മൾ പറഞ്ഞത്. നമുക്ക് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് രണ്ട് രാജ്യങ്ങളിലും നെഗറ്റീവ് ആയിട്ടാണ്
FDIനെ കാണിക്കുന്നത്. ഇനി നമ്മൾ ആ മാർക്കറ്റ് സൈസ് നമ്മൾ ആ ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഓരോ രാജ്യങ്ങൾക്കും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് 2 രാജ്യങ്ങളിലും സ്വാധീനമില്ലാത്ത ഒരു ഘടകമാണ് ഇൻഫ്രാസ്ട്രക്ചർ. ആ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായിട്ടും ഇൻവേർഡ് FDIനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഘടകമായിട്ട് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് ഏതൊക്കെ ഘടകങ്ങളാണ് ഈ 2 ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളുടെ ഔട്ട്വേർഡ് FDI, ആ ഒരു രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോകുന്ന, അപ്പൊ ഈ 2 രാജ്യങ്ങളിൽ നിന്നും ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന FDIനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മോഡലായിട്ട് തന്നെയാണ് ഇവിടെയും എസ്റ്റിമേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് നോക്കിയറിയാം ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഈ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് അവിടെ ഒരു മേജർ ഘടകമായിട്ട് നിലനിൽക്കുന്ന ഒരു ഫാക്ടർ. ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന FDIനെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് ഇവിടെ ഈ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആണ്. ഇവിടെ മറ്റൊരു ഘടകം ഉള്ളത് ഇൻവേർഡ് FDI. ഈ രാജ്യങ്ങളിലേക്ക് വരുന്ന ഇൻവേർഡ് FDI ആ രാജ്യത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന FDIനെ ബാധിക്കുന്ന, പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ എക്സ്പോർട്ടും ഇവിടെ പോസിറ്റീവായിട്ട് നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നും FDI പുറത്തേക്ക് പോകുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇവിടെ ഇമ്പോർട്ടന്റ് നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. പക്ഷെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, ആ രാജ്യത്തിൽ തന്നെ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ടും പോസിറ്റീവായിട്ട് ആണ് നമുക്ക് ആ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നും FDI പോകുന്നതിനെ കാണിക്കുന്നത്. ഇവിടെ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റി, ഹ്യൂമൻ ക്യാപിറ്റൽ, എക്സ്ചേഞ്ച് റേറ്റ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഇതിനൊന്നും പ്രത്യേകമായിട്ട് നമുക്കൊരു സ്വാധീനം ഉള്ളതായിട്ട് നമുക്ക് ഈ രാജ്യങ്ങളിൽ നിന്നും FDI പുറത്തേക്ക് പോകുന്നതിന് കാര്യമായിട്ടുള്ള സ്വാധീനം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഓപ്പൺനെസ് നമുക്ക് ഇവിടെയും ഒരു സ്വാധീനമുണ്ട്. കാരണം ആ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യമായിട്ടുള്ള ഇന്റഗ്രേഷൻ നമുക്ക് കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഔട്ട്വേർഡ് FDI നമുക്ക് വർദ്ധിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇൻഫ്ലേഷൻ നമുക്ക് ഇവിടെ നെഗറ്റീവ് സ്വാധീനമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാളിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കറപ്ഷനെയാണ്. നമുക്ക് ഈ നമ്മുടെ ഹോസ്റ്റ് കൺട്രീസിൽ നമ്മുടെ രാജ്യത്തു നിന്നും പുറത്തേക്ക് പോകുന്ന FDI കൂടാൻ കറപ്ഷന് കാരണമാകുന്നു. നമുക്കറിയാം കൂടുതൽ കറപ്ഷൻ വന്നു കഴിഞ്ഞാൽ കറപ്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെയും കറപ്ഷൻ കൂടുതലാകുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഒരു രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് G7 രാജ്യങ്ങളുടെ, നമ്മുടെ അഡ്വാൻസ്ഡ് രാജ്യങ്ങളുടെ ഈ ഔട്ട്വേർഡ് FDIനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ നമുക്ക് ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകമായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ബ്രിക്സ് കൺട്രിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ബ്രിക്സ് കൺട്രിയുടെ നമ്മുടെ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്തിന്റെ സൈസിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സൈസാണ് നമുക്ക് G7 കൺട്രീസിൽ കാണിക്കുന്നത്. നമുക്ക് 2.49% കോഎഫിഷ്യന്റ് ആണ് നമുക്ക് G7 രാജ്യങ്ങളുടെ ആ ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ കാണിക്കുന്നത്. ഇവിടെയും നമുക്കറിയാം ആ G7 രാജ്യങ്ങളുടെ ഔട്ട്വേർഡ് FDI ഇൻക്രീസ് ചെയ്യാൻ ആ രാജ്യങ്ങളിലേക്ക് വരുന്ന ഇൻവേർഡ് FDI പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ എക്സ്പോർട്ട് നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ബ്രിക്സ് രാജ്യങ്ങൾ എക്സ്പോർട്ട് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം വരുന്നത്. പക്ഷെ G7 രാജ്യങ്ങളിൽ നമുക്ക് ഔട്ട്വേർഡ് FDI കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുന്നതിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഘടകമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇമ്പോർട്ടിന് നമുക്കിവിടെ ഒരു സിഗ്നിഫിക്കന്റ് ഘടകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വാധീനമാണ് ബ്രിക്സ് രാജ്യങ്ങളിൽ നമ്മുടെ FDI എൻകറേജ് ചെയ്യുന്നതിന് ഉള്ളത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ നമുക്ക് ബ്രിക്സ് രാജ്യങ്ങളിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കണ്ടെങ്കിൽ നമുക്ക് G7 രാജ്യങ്ങൾ ആ ഒരു കാര്യത്തിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റി, ഹ്യൂമൻ ക്യാപിറ്റൽ, ഇവ രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കൂടുതൽ FDI ആ രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഉള്ള ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഷോർട്ട് ആക്കാം. ഓക്കെ,
അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആ രണ്ട് രാജ്യങ്ങളുടെ ഏതൊക്കെ ഘടകങ്ങളാണ് കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഏതൊക്കെ ഘടകങ്ങളാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്നത് എന്നാണ്. നമ്മുടെ നാലാമത്തെ ഒബ്ജക്റ്റീവിൽ നമ്മൾ നോക്കുന്നത് ഈ എക്കണോമിക് ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ FDI, ഇൻവേർഡ് FDI, ഔട്ട്വേർഡ് FDI, ട്രേഡ്. അപ്പൊ ഈ ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ സ്വാധീനിക്കുന്നത് എന്നാണ്. നമ്മൾ മുൻപുള്ള പഠനങ്ങളിലെല്ലാം തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുവെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഈ ഗ്രൂപ്പ് ഓഫ് ഒരേ തലത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ എക്കണോമിക് ഗ്രോത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതൊക്കെ ഘടകങ്ങളാണ്, ഇവിടെ നമ്മൾ ഇൻവേർഡ് FDI, ഔട്ട്വേർഡ് FDI എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഏതൊക്കെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മുടെ മുൻകാല പഠനങ്ങളെ അപേക്ഷിച്ച് വിധേയമാക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും നമ്മൾ ഇവിടെയും ആ ഒരു മോഡൽ നോക്കിയതിൽ കൂടുതലായിട്ടും ഇൻവേർഡ് FDI, ഔട്ട്വേർഡ് FDI, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അതായത് ട്രേഡ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, ഓപ്പൺനെസ് തുടങ്ങിയവയാണ് പോസിറ്റീവായിട്ട് ഈ ബ്രിക്സ് രാജ്യങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങളായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാളിറ്റിയും, നമ്മുടെ പണപ്പെരുപ്പം, അതുപോലെ തന്നെ കറപ്ഷൻ, ഇത് രണ്ടും ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ പറയുന്ന G7 രാജ്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇൻവേർഡ് FDI അവിടെ ഒരു സ്വാധീനമുള്ള എക്കണോമിക് ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷെ ഔട്ട്വേർഡ് FDI, ട്രേഡ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റി, ഓപ്പൺനെസ്, പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി, ഇത് മാത്രമാണ് നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്ന ഘടകങ്ങൾ. അപ്പൊ ഇതിൽ നിന്നും ഏതൊക്കെയാണ് നമുക്ക് ബ്രിക്സ് രാജ്യങ്ങളുടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്നും അതുപോലെ തന്നെ G7 രാജ്യങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങളെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ആ രണ്ട് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല എന്നാണ്. നല്ല പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി, ആ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ G7 രാജ്യങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഈ ഇതിൽ നിന്ന് കൺക്ലൂഷൻ വരുന്നത്, നമുക്ക് ഒരു കുറച്ച് കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ രണ്ട് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും FDI ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങൾ രണ്ടും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ FDIയുടെ മേൽ നമുക്കൊരു പോളിസി ഘടകങ്ങൾ, അതുപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സ്, കൂടുതലായിട്ട് നമുക്ക് എക്കണോമിക് ഫാക്ടേഴ്സ്, നമ്മൾ രണ്ട് എക്കണോമിക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ കൂടുതൽ പോളിസി വേരിയബിൾസ് നോക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ടും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് നമ്മൾ കാണുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ഘടകം കൂടുതലായിട്ട് സ്വാധീനമുള്ളതായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവേർഡ് FDIയുടെയും ഔട്ട്വേർഡ് FDIയുടെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂടുതൽ ആ ഒരു വ്യാപ്തി നമുക്ക് കാണുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണ്. നമുക്ക് നമ്മുടെ G7 രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വ്യാപ്തി കാണുന്നത് നമുക്ക് ബ്രിക്സ് രാജ്യങ്ങളിലാണ്. സോ ഇതിന്റെ ആ ഒരു റിസൾട്ട് പറയുന്നത് ട്രേഡ്, ഓപ്പൺനെസ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് മേജർ ഘടകങ്ങളായിട്ട് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന മേജർ ഘടകങ്ങളായിട്ട് നമ്മൾ കണ്ടെത്തിയ വേരിയബിൾസ് ട്രേഡ്, ഓപ്പൺനെസ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് രണ്ട് രാജ്യങ്ങളിലും ഈ മൂന്ന് ഘടകങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കണ്ടു G7 രാജ്യങ്ങളിൽ ഇൻവേർഡ് FDIക്ക് കൂടുതലായിട്ടുള്ള ഒരു റോള് ഇല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഡിബേറ്റ്, ട്രേഡ് ആണോ എക്കണോമിക് ഗ്രോത്തിനെ ലീഡ് ചെയ്യുന്നത് അഥവാ FDI ആണോ എന്നുള്ളതിൽ നമുക്ക് ട്രേഡ് ആണ് കൂടുതലായിട്ടും ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് അതിന്റെ റിസൾട്ട് ഉള്ളത്. സാറേ, താങ്ക് യു. പ്രത്യേകിച്ച് വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും വളരെ ക്ലിയർ ആയിട്ട് നമ്മളെല്ലാം FDI എന്നൊക്കെ അധികം പേരും കേട്ടിട്ടുള്ളൂ, എങ്കിലും FDIയുടെ ഡിഫറെന്റ് മെത്തേഡുകളെ കുറിച്ചും അതുപോലെ ഡയറക്റ്റ് മെത്തേഡും അതുപോലെ ഇൻഡയറക്റ്റും അതുപോലെ തന്നെ റിവേഴ്സ് ആയിട്ടുള്ളതും എല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ പലർക്കും ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, അതായത് പൈസയുള്ള രാജ്യങ്ങളിലാണ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നത്. അപ്പം അതേസമയം ഡെവലപ്പിംഗ് രാജ്യങ്ങളിലാണ്, ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഏരിയയിലാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതിനെക്കുറിച്ച് വളരെ ഓപ്പണിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇപ്പൊ നമ്മളിപ്പോ ചോദ്യങ്ങൾ ചോദിക്കാനും ക്ലിയർ ചെയ്യാനുള്ള സമയമാണ്. അപ്പം എല്ലാവരും ഒന്ന് റെഡി ആവുന്നതുവരെ ഫസ്റ്റ് ഒരു 2 ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യങ്ങള്,
അതായത് ഇത് ഈ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് പിന്നെ കുറേം കൂടി പിന്നെ ഡാറ്റ വെച്ചിട്ടുള്ള സ്റ്റഡി ആണല്ലോ. നമ്മുടെ എന്താ പറയാ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡാറ്റകള്, അതുപോലെ തന്നെ പിന്നെ GDP അതൊക്കെ വെച്ചിട്ടുള്ള ഈ ഇതിന്റെ ഡാറ്റ കളക്ഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ അതിന്റെ ഇതിന്റെ വേരിയബിൾസ് ഫിക്സ് ചെയ്യാൻ, അതായത് നമ്മുടെ ഈ ഡാറ്റയ്ക്ക് വേണ്ട വേരിയബിൾസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എടുത്ത മെത്തേഡ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഇനി ഈ പിന്നെ ഇപ്പം FDI ആയിട്ട് അല്ലെങ്കിൽ FDI ആയിട്ട് അല്ലെങ്കിൽ ഈ എക്കണോമിക്സ് ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ഫോറിൻ എക്സ്പോർട്ട് ഇമ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഈ മേഖലയിൽ നമുക്ക് ചെയ്യാവുന്ന സാധ്യതകളെ കുറിച്ച് ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നമുക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു അങ്ടാഡ് എന്നുള്ള ഒരു ഡാറ്റാ ബേസ് തന്നെയുണ്ട്. അപ്പൊ ആ ഡാറ്റാ ബേസ് നമുക്ക് കൂടുതലായിട്ടും GDP അതുപോലെ തന്നെ FDI ട്രേഡ്, ഈ 3 കാര്യങ്ങളുടെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേൾഡ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാബേസ് ആണ്. അതിൽ നമുക്ക് ഈ പറയുന്ന FDI കിട്ടും. പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്ന FDI എന്ന് പറയുന്നത് നെറ്റ് FDI ആയിരിക്കും. അതായത് നമ്മൾ ഇൻവേർഡ് FDI മൈനസ് ഔട്ട്വേർഡ് FDI, ആ ഒരു നെറ്റ് FDI ആയിരിക്കും. പക്ഷെ മറ്റ് GDP ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ പഠനം നടത്താൻ ഇപ്പോ ഈ പഠനം എന്ന് പറയുന്നത് നമുക്ക് FDIനെ നോക്കിയിരിക്കുന്ന ഈ രാജ്യങ്ങളിലേക്ക് വന്നിരിക്കുന്ന മൊത്തത്തിലുള്ള FDI ആണ്, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്ന മൊത്തത്തിലുള്ള ഔട്ട്വേർഡ് FDI ആണ്. പക്ഷെ നമുക്ക് ഇപ്പം ബ്രിക്സും G7 കൺട്രീസിനെ എടുക്കുമ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് G7 രാജ്യങ്ങളിലേക്കുള്ള FDI ഉണ്ടോ, അതായത് ഒരു ബൈലാറ്ററൽ FDI ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അതൊരു നല്ല സ്റ്റഡി ആയിരിക്കും. പക്ഷെ നമുക്കൊരു റീസെന്റ് അല്ലെങ്കിൽ 2000 ശേഷമുള്ള അല്ലെങ്കിൽ 2010 ശേഷം ഉള്ള ഡേറ്റയാണ് നമുക്ക് അതിന് അവൈലബിൾ ആകുന്നുള്ളൂ. അത് ആ ഒരു ലിമിറ്റേഷൻ ആണ് അതിനുള്ളത്. ആ ഒരു സ്റ്റഡി കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമസ്കാരം ജോബി സാറേ, എൻ്റെ പേര് അനൂപ് എന്നാണ്. ആദ്യമായിട്ട് വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ഞാന് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു, ഇങ്ങനെ ജോബി സാറിന്റെ പ്രസന്റേഷൻ പേര് കേട്ടപ്പോൾ ഒന്ന് പങ്കെടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം സാറ് എൻ്റെ ജൂനിയർ ആയിട്ട് +2 പഠിച്ചിരുന്നു. പിന്നെ അതുപോലെ അന്ന് ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ട് പാസ്സായി. പിന്നെ അതുപോലെ ഡിഗ്രിക്കും എൻ്റെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ താല്പര്യത്തോടെ കാത്തിരുന്നത്. ഓക്കെ, എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 സംശയങ്ങളുണ്ട്. ഞാൻ കൂടുതൽ എക്കണോമിക്സ് അല്ല എന്റെ വിഷയം, എങ്കിലും അതായത് സാറ് പറഞ്ഞു ഇപ്പൊ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പൊ വേൾഡ് ബാങ്കിന്റെയും അതുപോലെ വേറൊരു ഏജൻസിയുടെയുമാണ് ഡേറ്റകൾ എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഇപ്പൊ BPL ന്റെ ഒരു ക്രൈറ്റീരിയ, അതുപോലെ തന്നെ UN-ന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇതിന്റെ രണ്ടിന്റെയും മാനദണ്ഡങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ഇത്തരത്തില് ഒരു വേൾഡ് ബാങ്കിന്റെ ഒരു പാരാമീറ്റർ എടുത്തിട്ട് അതിന്റെ ഒരു അളവുകോല് മാത്രം എടുത്തിട്ട് ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെയും അതുപോലെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റിനെയും കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഒരു കോംപ്രിഹെൻസീവ് ആണ് എന്ന് എൻ്റെ ഒരു സംശയമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇക്കണോമിക്സ് അല്ല എൻ്റെ മേഖല. അതുപോലെ രണ്ടാമതൊരു ചോദ്യമുള്ളത്, ഈ ബ്രിക്സ് നേഷൻസിന്റെ ഓപ്പൺനെസ്സും അതോടൊപ്പം തന്നെ അവരുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് സാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതില് ഈ ഓപ്പൺനെസ് എന്നുള്ളത് പറയുമ്പോൾ ബ്രിക്സില് ഈ ചൈനയുടെ ഓപ്പൺനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്ന കാര്യത്തിൽ മാത്രമുള്ള ഓപ്പൺനെസ് ആണോ, അതോ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് അല്ലെങ്കിൽ കൾച്ചറൽ ആസ്പെക്റ്റിലുള്ള ഓപ്പൺനെസ് കൂടിയാണോ സാർ ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ എൻ്റെ ഒരു സംശയമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓപ്പൺനെസ്സിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഓപ്പൺനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ആ ഒരു രാജ്യത്തിലേക്ക് വരുന്ന ട്രേഡും ആ രാജ്യത്തിന്റെ ഒരു GDP-യും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പൊ അതൊരിക്കലും നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നതിലോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രമോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന്റെ ആ ഒരു മൊത്തം പോളിസിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഈ ഓപ്പൺനെസ് കൂടുതലായതുകൊണ്ട് തന്നെയും അതുപോലെ തന്നെ അതിന്റെ ഗ്രോത്തും ഈ ട്രേഡും ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഓപ്പൺനെസ് ഈ ഇൻവെസ്റ്റ്മെന്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കേസിലാണെങ്കിലും ഓപ്പൺനെസ് നമ്മുടെ
നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്ന, ഇൻവെസ്റ്റ്മെന്റിനെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നമുക്കറിയാം 1991 നമ്മുടെ ഒരു എക്കണോമിക് ക്രൈസിസ് ഒക്കെ ഉണ്ടായപ്പോൾ അന്നത്തെ നമ്മുടെ മൻമോഹൻ സിംഗ് ഏർപ്പെടുത്തിയ ആ ഒരു ഓപ്പൺനെസ് പോളിസി മൂലമാണ് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അത് ട്രേഡിന്റെ രൂപത്തിൽ നമുക്ക് വരികയും അതിനുശേഷം കൂടുതൽ നമുക്ക് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഡേറ്റ തന്നെ 1992 ശേഷമാണ്. അപ്പൊ നമുക്കറിയാം അത് ഇന്ത്യയുടെ ഒരു എക്കണോമിക് പോളിസി നമുക്ക് 1991 തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമുള്ള ഒരു ഡേറ്റയാണ് നമുക്ക് കുറച്ചുകൂടി റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടുക. അപ്പൊ അതിന് മുമ്പുള്ള ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ തോതിലുള്ള ഒരു ട്രേഡ് ആയി കഴിഞ്ഞാലും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞാലും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ട്രേഡ് പോളിസി നമുക്കൊരു ലിബറലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺനെസ് പോളിസി കൂടുതലായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഈ ലിബറലൈസേഷൻ പോളിസിയാണ്. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പിന്നെ ഡേറ്റയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കിപ്പം ഇന്ത്യയുടെ കേസിൽ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഇപ്പം RBI ഡേറ്റാബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മാത്രമായിട്ട് നിലനിൽക്കുന്ന ഡേറ്റാബേസ് ഉണ്ട്. ആ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അത് കുറച്ചും കൂടെ നമുക്ക് ഒരു രാജ്യത്തിന്റെ കേസ് മാത്രമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിലയബിൾ ആണ്. പക്ഷെ നമുക്ക് എല്ലാ രാജ്യങ്ങളിലെയും ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ നോക്കുമ്പോൾ ഓരോ രാജ്യത്തിന്റെയും അതാത് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അതാത് ഡേറ്റാ സോഴ്സിലോ പോയി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കമ്പാരിസൺ നമുക്ക് പോസിബിൾ ആകുന്നില്ല. അല്ലെങ്കിൽ ഒരേ സോഴ്സിൽ നിന്നും കിട്ടുന്ന എല്ലാ ഡേറ്റയും നമുക്ക് കുറച്ചുകൂടെ റിലയബിൾ ആണ്. അതുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഡാറ്റാ ബേസിനെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡാറ്റ ഏജൻസി തന്നെയാണ്. നമ്മൾ വേൾഡ് ബാങ്കിന്റെ ആണ് വേൾഡ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ആണ് അങ്ടാഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ജോമിത് സാർ, ആദ്യമേ തന്നെ ഒത്തിരി, ഞാൻ ഡോക്ടർ ജിജിയാണ്. ഞാൻ ഈ ഫീൽഡുമായിട്ട് അധികം ബന്ധമില്ല, എങ്കിലും ഒട്ടും ഈ ഫീൽഡിൽ ബന്ധമില്ലാത്ത നമുക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക്സ് ആദ്യമേ. അപ്പൊ എനിക്കൊരു സംശയമുള്ളത്, സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രസന്റ് സ്റ്റാറ്റസിൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് മീഡിയാസ് പറയുന്ന അതേ രീതിയിൽ തന്നെയാണോ, അതോ അതിൽ നിന്നും വ്യത്യാസമുണ്ടോ? സാറിന്റെ ഒരു സ്റ്റഡി പ്രകാരം എന്താണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷമായിരുന്നു സാർ. നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, അത് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ തന്നെ ഡാറ്റ കളക്ട് ചെയ്ത് അത് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് അവർ ഈ ഗവൺമെന്റ് സോഴ്സ് ആണ് ഈ ഡാറ്റ പുറത്തു വിടുന്നത്. അപ്പൊ ആ ഡാറ്റയെ മാത്രമേ നമുക്കിപ്പോ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമുക്കതിനെ അറിയണമെങ്കിൽ നമ്മൾ തന്നെ ഓരോ മൊത്തത്തിലുള്ള GDP എത്രയുണ്ടെന്ന്, ആഭ്യന്തര ഉൽപാദനം എത്രയുണ്ടെന്ന് നമ്മൾ തന്നെ കണക്കാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഒരു കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു സാർ. ഓക്കെ, ജോമിത് സാറെ വളരെ വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജിജി ഡോക്ടർ ചോദിച്ചതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം. ഒരുപക്ഷെ എനിക്ക് ആരംഭത്തിലെ സ്ലൈഡിലൊക്കെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ട് വരുന്ന ഒന്നാണ് എന്ന് ഉള്ള ഒരു ധാരണയാണ് അവിടെ കിട്ടിയത്. ഒരുപക്ഷെ ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യ, നമ്മുടെ രാജ്യം എന്തുമാത്രം സുരക്ഷിതമാണ് മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ. അങ്ങയുടെ ഒരു അഭിപ്രായം, ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഡാറ്റയുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു, പക്ഷെ എന്തായാലും അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ വാട്ട് ഡു യു തിങ്ക്? നമുക്ക് ഗ്ലോബലൈസേഷൻ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ കൂടുതൽ എക്കണോമി എന്ന് പറയുന്നത് നമ്മളിപ്പോ രാജ്യങ്ങൾക്ക് അതിർത്തികളില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് വരുന്നത്. ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയും നമുക്ക് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനെ തടയാനായിട്ട് സാധിക്കില്ല. പിന്നെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ തരത്തിലുള്ള ഒരു ഗ്രോത്തും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ എത്രത്തോളം നമുക്ക് അതിന്റെ ഒരു അപകടാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ പോലെ ഒരു FDI ഇൻ റീറ്റെയിൽ, നമ്മൾ റീറ്റെയിൽ സെക്ടറിലേക്ക് കൂടുതൽ FDI വരുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് നല്ലതാണ്, നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മറ്റു തരത്തിൽ നോക്കുമ്പോൾ ചെറുകിട ഓൾറെഡി ഇവിടെ നിലനിൽക്കുന്ന ചെറുകിടക്കാരായിട്ടുള്ള ആ റീറ്റെയിലേഴ്സ്, അവരുടെ ഒരു ജോലി പോകുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകമായിട്ട് മാറുന്നുണ്ട്. അപ്പം എല്ലാ തരത്തിലും ആ പോളിസി മേക്കേഴ്സ് എല്ലാ തരത്തിലും നോക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നമുക്ക് സത്യാവസ്ഥ അറിയാൻ പറ്റുന്നത്.
ജോബിൻ സാർ, ഇനി ഇതിന്റെ അകത്ത് ഇപ്പൊ എക്കണോമിക്സിന്റെ അകത്ത് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്ന പുതിയ മേഖലകളെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? നമുക്ക് കുറച്ചുകൂടെ ഇതിപ്പോ എന്റെ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ വെച്ചിട്ടാണ്. അതായത് സെക്കൻഡറി ഡേറ്റ, കുറച്ചുകൂടെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ, അതായത് സോഷ്യൽ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ഇപ്പം നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള തന്നെ സാമൂഹ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അത് നോക്കി ചെയ്യുന്ന കുറച്ചും കൂടെ നല്ല കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആ ഒരു സൊസൈറ്റിക്ക് ഇതിപ്പോ ഒരു പോളിസി ലെവലിൽ നമ്മൾ സജസ്റ്റ് ചെയ്താൽ പോലും ആ നമ്മുടെ പോളിസി മേക്കേഴ്സ് അത് എത്രത്തോളം നമ്മളെ അക്സെപ്റ്റ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചുകൂടെ നമുക്ക് ഒരു പഞ്ചായത്ത് ലെവൽ, ആ ഒരു പഞ്ചായത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചുകൂടെ റീജിയണൽ സ്റ്റഡീസ് നടത്തുന്നത് നമുക്ക് എപ്പോഴും സമൂഹത്തിന് നമുക്കൊരു ഇൻപുട്ട് നൽകാനായിട്ട് സാധിക്കും.